നമ്മൾ ഇൻപുട്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുക, ഈ സ്റ്റൈലാണ് CSS ഇന്ന് മുതൽ നമ്മൾ CSS പഠിക്കുകയാണ്. എന്താണ് CSS, അതുപോലെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് CSS എന്നുള്ളതാണ്. CSS എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോമാണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ എന്താണ് ഈ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ HTML പറഞ്ഞു ഹൈപ്പർ മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ അതെന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്ന കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളത് എന്ത് ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾ സംശയം ഉണ്ടാവും. അതൊരു ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് എന്തിൻ്റെ ലാംഗ്വേജ് വെച്ചാൽ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് എന്നാണ് അത് പറയാം. ഇപ്പോൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്താ പഠിച്ചു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ പഠിച്ചു, ഇനി പഠിക്കാൻ പോകുന്നതാണ് സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് എന്താണ്. ഈ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു, ഈ മാർക്കപ്പ് ലാംഗ്വേജ് അതായത് ഈ HTML എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് അത് അങ്ങനെ പറഞ്ഞാൽ എന്താണ്. അതായത് ഇപ്പോൾ നോർമലി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എഴുതി കാണിച്ചു, P ടാഗ് എത്തുമ്പോൾ പാരഗ്രാഫ് ടാഗായി, പിന്നെ H1 ടാഗ് ആകുമ്പോൾ ഒരു ഹെഡർ ടാഗ് നമ്മൾ എഴുതി, പിന്നെ അതുപോലെ തന്നെ ഇമേജ് കൊടുക്കുമ്പോൾ ഇമേജാണ് നമുക്ക് വന്നത്, പിന്നെ UL അതുപോലെ മൾട്ടിപ്പിൾ ടാഗ്സ് നമുക്ക് എന്തുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു സ്ട്രക്ചറായി കാണും. പക്ഷെ അത് എങ്ങനെ കാണിക്കണം, ഏത് രീതിയിൽ നമുക്ക് വെബ് പേജിൽ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാ, അതാണ് CSS, അതാണ് സ്റ്റൈൽ ഷീറ്റ്. അതായത് നോർമലി നമ്മൾ നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു നമ്മളന്നൊരു ഒരു റിയൽ ടൈം എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ, ഒരു വീട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വീടിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇഷ്ടിക, സിമെൻറ്റ് അതൊക്കെ വെച്ച് ഒരു വീട് ഉണ്ടാക്കുക ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ പെയിൻറ്റ് അതുപോലെ തന്നെ ടൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എങ്ങനെ ബിൽഡിങ് നിർമ്മിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതായത് ഒരു ഇഷ്ടിക എന്താ, സിമെൻറ്റ് എന്താ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെങ്ങനെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ അതിലെങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് നമ്മൾ ഇനി മുതൽ പഠിക്കാൻ പോവുകയാണ്. അതിനെയാണ് CSS ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് നല്ല അട്രാക്റ്റീവ്, ചില വെബ്സൈറ്റൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ CSS എന്ന് വെച്ചാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റാണ്. അപ്പോൾ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് അത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ആദ്യം പറയാനുള്ളത് സ്റ്റൈൽ ഷീറ്റ്, അതായത് CSS പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് 3 രീതിയിൽ CSS എഴുതാൻ പറ്റും. 3 രീതിയിൽ പറഞ്ഞാൽ അതിൽ ഒന്നാമത്തത് ഇൻറ്റർണൽ ആണ്, അതായത് ഇൻറ്റർണൽ CSS ആണ്. രണ്ടാമത്തത് എക്സ്റ്റേണൽ CSS, പിന്നെ മൂന്നാമത്തെ ഒന്നാണ് ഇൻലൈൻ CSS. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ഈ CSS. അപ്പോൾ ഇത് കേട്ട് നിങ്ങൾ ടെക്നിക്കൽ വേർഡ് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പമായിട്ടുള്ള കാര്യമാണ്, എളുപ്പമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇൻറ്റർണൽ ലൈൻ എന്താണെന്നുള്ളതാണ്. അതായത് ഇൻറ്റർണൽ ലൈൻ അല്ല, ഇൻറ്റർണൽ CSS എന്താണെന്ന് പഠിക്കാം. ഇൻറ്റർണൽ CSS എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ P ടാഗ് കാര്യങ്ങളൊക്കെ എഴുതി, ഇനി നമുക്കതിന് സ്റ്റൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റൈൽ എന്നുള്ള ടാഗ് ഉണ്ടാവും. അതായത് സ്റ്റൈൽ എന്നുള്ള ടാഗ് ഉണ്ട്. ആ ടാഗ് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻറ്റർണൽ സ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക മനസ്സിലാവണമെന്നില്ല. അതിപ്പോൾ കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീന് കാണുന്നുണ്ട് അല്ലേ. ഈ സ്ക്രീനിൽ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ H1 ടാഗും P ടാഗും മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, അത് അൺകമൻഡ് ചെയ്യാൻ വീണ്ടും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ചിഹ്നം കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ H1 ടാഗ് ഉണ്ട്, വെൽക്കം ടു വെസ്റ്റേൺ, ദിസ് ഈസ് പാരഗ്രാഫ് എന്നുള്ളത് P ടാഗിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കണ്ടാൽ നമുക്ക് ഇതെന്ത് ചെയ്യും, ഈ പറഞ്ഞ വെൽക്കം ടു വെസ്റ്റേൺ എന്നും കാണാൻ പറ്റും, ദിസ് ഈസ് പാരഗ്രാഫ് എന്നും കാണാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ H1 ടാഗിന് അതിൻ്റെ കളർ നമുക്ക് മാറ്റിയിട്ട് റെഡ് ആക്കണം. ഓക്കെ, റെഡാക്കി മാറ്റാം. അതിനെന്താ ചെയ്യുക, അതും എങ്ങനെ ഞാൻ പറഞ്ഞ 3 രീതിയിൽ നമുക്ക് സ്റ്റൈൽ എഴുതാൻ പറ്റും, അതായത് CSS എഴുതാൻ പറ്റും. ഒന്ന് ഇൻറ്റർണൽ, പിന്നെ എക്സ്റ്റേണൽ, പിന്നെ ഇൻലൈൻ ആണ്. അതിലിപ്പോൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻറ്റർണൽ. അപ്പോൾ ഇൻറ്റർണൽ എഴുതാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഇതാണ് ഹെഡ് ടാഗ്. ആ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് സ്റ്റൈൽ എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. ആ സ്റ്റൈൽ എന്നുള്ള ടാഗ് എടുക്കുക, അത് ഡിഫൈൻ ചെയ്തത്. അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും, ക്ലോസിങ് ടാഗ് ഉണ്ടാവും. എന്തിനാണ് സ്റ്റൈൽ ടാഗ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റൈല്
ആ HTML പേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റൈൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് സ്റ്റൈൽ ടാഗ്. ഓക്കെ, ഇത് സ്റ്റൈലാണ്, ഇത് സ്റ്റൈൽ ഷീറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ്. ഓക്കെ, അത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ H1 എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെ സ്റ്റൈൽ കൊടുക്കും എന്നുള്ളതാണ്. അതായത് H1 കൊടുക്കാൻ വേണ്ടി H1 എന്ന് എഴുതാം. എന്താണോ ടാഗ് ആ ടാഗ് നെയിം എഴുതിയതിന് ശേഷം ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. മനസ്സിലാവും? എന്നിട്ട് നമുക്ക് എന്താ കൊടുക്കേണ്ടത്, കളറാണ് കൊടുക്കേണ്ടത്, കളർ. അപ്പോൾ കളർ കൊടുത്തതിന് ശേഷം കളർ എന്താ കൊടുക്കുക, ഞാൻ പറഞ്ഞത് റെഡാണ്. റെഡ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കാണാൻ പറ്റും. സോറി, ഇവിടെ എന്ത് 2 ഫുൾ കോളം ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കളറിന്ന് എഴുതാം, ഫുൾ കോളം കൊടുക്കുക. ഫുൾ കോളം കൊടുത്തതിന് ശേഷം റെഡ് എന്നുള്ള എന്താണോ കളർ അത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. വീണ്ടും പോയി നോക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്താൽ ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കുമ്പോൾ സമയത്ത് ഇവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ട് വരാത്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോമാണ് കൊടുത്തിട്ടുള്ളത്. കോമല്ല, സെമിക്കോളനാണ്. സെമിക്കോളൻ എന്താണെന്നുള്ളതൊക്കെ നമ്മളെ ബേസിക് കോഡിങ് ചാലഞ്ചിൽ പഠിച്ചിട്ടുണ്ട്, അത് നോക്കുക. സെമിക്കോളം കൊടുത്തിട്ടില്ല എന്നുള്ളത് കാരണം ജാവയിലൊക്കെ സെമിക്കോളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എറർ ത്രോ ചെയ്യും. ആ രീതിയിലാണ് ഇത്. ഇവിടെ എറർ ത്രോ ചെയ്യൂല, പക്ഷേ എന്ത് ചെയ്യില്ല, അത് എഫക്റ്റ് ആവില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽക്കം ടു വെസ്ല എന്നുള്ള കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇൻറ്റർണൽ സ്റ്റൈൽ എന്ന് വെച്ചാൽ. അതായത് ഇൻറ്റർണലായിട്ട് നമുക്കൊരു സ്റ്റൈൽ എന്നുള്ള ടാഗ് ഉപയോഗിച്ച് ആ ടാഗിൻ്റെ ഉള്ളിൽ, അതായത് ആ ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റൈൽ എഴുതാൻ പറ്റും. അതിനാണ് ഇൻറ്റർണൽ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഈ H1? ഈ H1 ആണ്, ഇതിനാണ് ക്വറി സെലക്ടർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ID വെച്ചിട്ട് ക്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ H1 എന്താ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, H1 എന്നുള്ളത് ഇപ്പോൾ ടാഗ് നെയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റൈൽ ചെയ്തത്. ഇപ്പോൾ നമുക്കൊന്ന് ഒരു P ടാഗ് ഇട്ടാൽ, P ടാഗിൻ്റെ കളർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്ത് ചെയ്യാം, ഒരു വൈറ്റ് ആക്കേണ്ട. വൈറ്റ് എന്നാൽ ബാക്ക്ഗ്രൗണ്ടും വൈറ്റാണ്, അപ്പോൾ വൈറ്റ് നമുക്ക് കാണൂല. നമുക്കൊരു ബ്രൗൺ ആക്കി മാറ്റാം. ബ്രൗൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ബ്രൗൺ ആയി മാറി, ഇത് റെഡായി മാറി. ഓക്കെ, ഇതിനാണ് ഇൻറ്റർണൽ എന്ന് പറയാം. ഇതാണ് ഇൻറ്റർണൽ. നമുക്ക് ഒരു രീതി CS എഴുതുന്ന ഇതാണ്. ഇനി നമ്മൾ പിന്നെ എക്സ്റ്റേണൽ എന്താണെന്നുള്ളതാണ്. എക്സ്റ്റേണലാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ആ ഒന്നുമില്ല, നേരെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സ്റ്റൈലിനെ എടുത്ത് കളയാം. ഓക്കെ, കളഞ്ഞ ശേഷം നമ്മളൊരു ഫയലാക്കിയിട്ട്, അതായത് CSനെ ഒരു ഫയല് സെപ്പറേറ്റ് ആക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതിന് വേണ്ടി സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടി index.html മുകളിൽ തന്നെ ഒരു ന്യൂ ഫയലിൽ നിന്നൊരു ഫയലിനെ കാണാം, ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം style.css എന്നുള്ളത് എന്ത് പേര് നെയിം വേണമെന്ന് കൊടുക്കുക, ഒരു മീനിങ് ഫുൾ നെയിം കൊടുക്കുക. കൂടുതലും മെയിൻ CSSനെ നമ്മൾ എഴുതുന്നത് style.css എന്നാണ്. അപ്പോൾ style.css എന്ന് കൊടുക്കുക. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ H1-ലാണ് സ്റ്റൈൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് ഇപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആദ്യം, കാരണം നിങ്ങൾക്ക് കാണണ്ടേ, ഇപ്പോൾ ഒന്നുമില്ല, സ്റ്റൈലൊന്നുമില്ല. കാരണം എന്താ, മുകളിലുള്ള ഇൻറ്റർണൽ CSS നമ്മൾ കളഞ്ഞു. ഇൻറ്റർണലായിട്ട് നമ്മൾ എഴുതുന്നില്ല. ഇനി എഴുതാൻ പോകുന്നത് എക്സ്റ്റേണലാണ്. എക്സ്റ്റേണൽ എന്താ, ഒരു ഫയൽ സെപ്പറേറ്റ് ഒരു CSS ഫയൽ ഉണ്ടാക്കി ആ ഫയലിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ എഴുതുന്നത്. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൈൽ പോവുക. H1 ടാഗിൻ്റെ അവിടെ പോയിട്ട് കളർ കൊടുക്കാം. കളർ എന്താണ്, നമുക്ക് കളർ റെഡാണ്. റെഡ് എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വന്ന് ഇവിടെ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ CSS ആണ്, ഈ സ്റ്റൈൽ CSS ഇതിൽ കണക്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിന് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലിങ്ക് എന്നുള്ള ഒരു ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ലിങ്ക് ടാഗ് എന്നും കൂടി നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ലിങ്ക് ടാഗ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പേജ്, HTML പേജിനെ മറ്റുള്ള പേജിനെ കണക്ട് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് ടാഗ് ഉപയോഗിക്കുന്നത്. അതിനാണ് ഇപ്പോൾ ലിങ്ക് ടാഗ് ഉപയോഗിക്കുന്നത്. ആ ലിങ്ക് ടാഗ് അതിന് മാത്രമല്ല, ഇപ്പോൾ വേറെ ഒരു CDN ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നത്. CDN വെച്ചാൽ പുറത്ത് എന്തെങ്കിലും ഫോൺസ് ഇപ്പോൾ നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു ഫോണ്ട് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഐക്കണൊക്കെ ഉപയോഗിക്കണം. ആ ഐക്കണൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ വേറൊരു സെർവറിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ലിങ്ക്സ് ഉണ്ട്. ആ ലിങ്ക് ആഡ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും നോർമലി പറഞ്ഞാൽ നമ്മുടെ HTML പേജിലേക്ക് ഈ പറഞ്ഞ ലിങ്ക് ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അടുത്ത ഒരു ബെനിഫിറ്റ്സ് കുറച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ, ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളെ പേജിലേക്ക് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ടാഗ് ഉപയോഗിക്കും. ആ രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അത് കണക്ട് ചെയ്യണ്ടേ, അടുത്ത ഫയൽ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി HRF എന്ന് ഉപയോഗിക്കുക. HRF നമ്മൾ എന്താണെന്നുള്ളത് കഴിഞ്ഞ ആങ്കർ ടാഗിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ HRF ഉപയോഗിച്ചതിന് ശേഷം ആ പാത്ത് കൊടുക്കുക, നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് എവിടെയാണുള്ളത് ആ പാത്ത് കൊടുക്കുക. നമ്മുടെ പാത്ത് എന്താ വെച്ചാൽ അടുത്ത പാത്ത് തന്നെ, അതുകൊണ്ടാണ് style.css എന്ന് കൊടുക്കുക. പിന്നെ കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, എന്താണ് അടുത്ത റിലേഷൻ, അതായത് ഈ ലിങ്ക് ടാഗിൽ ഞാൻ പറഞ്ഞു ഫോണ്ട് എന്നുള്ളത് ഐക്കൺ, നമുക്ക് പുറത്തുനിന്നൊരു ഐക്കൺ ഉപയോഗിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ട് ഉപയോഗിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഉപയോഗിക്കുന്ന ഐക്കൺ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് നമ്മൾ ലിങ്ക് ടാഗിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലിങ്ക് ടാഗിൽ എന്തുണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, മൾട്ടിപ്പിൾ റിലേഷൻ. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടുത്തെ റിലേഷൻ എന്ന് വെച്ചാൽ സ്റ്റൈലാണ്. അതായത് അപ്പോൾ സ്റ്റൈലിലാകുമ്പോൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഷീറ്റ് എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, സ്റ്റൈൽ ഷീറ്റാണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. കണ്ടോ, ഇപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, വെൽക്കം ടു വെൽത്ത് എന്നുള്ളത് റെഡ് ആയത്. ഇനി എന്താ ഈ പി ടാഗ് നമുക്ക് മാറ്റാം. പി ടാഗ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളർ എന്നുള്ളത് അക്വ എന്നുള്ള ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, എന്താണെന്നുള്ളത് നോക്കാം. കണ്ടോ, മാറി. അപ്പോൾ ഈ എക്സ്റ്റേണൽ നമ്മൾ പഠിച്ചു അല്ലേ, എക്സ്റ്റേണൽ എന്താ, അതേപോലെ ഇൻറ്റേർണൽ എന്താണെന്നുള്ളത് കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ക്വറി സെലക്ടറൊക്കെ പഠിപ്പിക്കുന്നതാണ്. അതായത് ഈ ടാഗിൻ്റെ നെയിം അല്ലാത്ത സ്പെസിഫിക് ആയിട്ട് ഓരോ എലമെൻറ്റിനും എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ പഠിപ്പിച്ചു തരും. ഓക്കെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ തൽക്കാലം ഇത് കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് ചെയ്താൽ നമ്മൾ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി നോക്കിയാൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ലിങ്ക് ടാഗാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻറ്റർണൽ എന്താ എക്സ്റ്റേണൽ എന്താണെന്ന് പഠിച്ചു. ഇനി ഒന്നും കൂടി ഉണ്ട്, ഇൻലൈൻ എലമെൻറ്റ് എന്താണ്. ആ ഇൻലൈൻ എലമെൻറ്റ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ടാഗ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട്. ആ ആട്രിബ്യൂട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ് എന്ത്, ഈ പറഞ്ഞ ഇൻറ്റർണൽ. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റൈൽ എന്ന് എഴുതിയിട്ട് അസൈൻ കൊടുത്തു. പിന്നെ 2 കോഡ്സ് ഓപ്പൺ ചെയ്ത് കളർ എന്താണോ റെഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നോക്കാം സംഭവം എന്താണ്, വർക്കിംഗ് ആണ്. ഇനി എന്ത് ചെയ്യാം, പി ടാഗിനും അതേപോലെ എന്ത് ചെയ്യാം, ഒന്നും കൂടി സ്റ്റൈൽ എന്ന് കൊടുക്കാം, ആട്രിബ്യൂട്ട് സ്റ്റൈൽ എന്ന് കൊടുത്തതിന് ശേഷം കളർ കൊടുക്കാം. കളർ നമുക്ക് എന്ത് ചെയ്യാം, അക്വ എന്നുള്ളത് തന്നെ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ 3 രീതിയിൽ CS എഴുതുക എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. ഈ കളറ് മാത്രമല്ലാതെ അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക, അതിനൊന്ന് ഡിസൈനൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ 3 രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏതാണ് ഈ 3 രീതിയിൽ ഏതാണ് നല്ലത് എന്നുള്ള നിങ്ങൾക്കൊരു മൈൻഡിൽ കൺസെപ്റ്റ് ഉണ്ടാവും. ഈ 3 രീതിയിൽ 3 നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ല നമുക്ക് കോഡ് റീഡബിലിറ്റിയും പിന്നെ അതുപോലെ നല്ല രീതിയിൽ കോഡ്, അതായത് ഓവർ ലോഡിംഗ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന എക്സ്റ്റേണൽ എഴുതുന്നതാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഇൻലൈനും ഈ പറഞ്ഞ പോലെ ഇൻറ്റർണലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞു വരും ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.